എല്ലാവർക്കും പാറൂസ് വേൾഡിലോട്ട് സ്വാഗതം. ഇന്നെടുത്ത വീഡിയോ അല്ല, 2 ദിവസമായി, പക്ഷേ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ നവരാത്രി ഘോഷയാത്ര കളിയിക്കവളയിൽ എത്തിയപ്പോൾ എടുത്തതാണ് ഇത്. ഒരുപാട് തിരക്കായിപ്പോയി, എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല, സോറി കേട്ടോ. സോ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കളിയിക്കവളയിൽ നിന്ന് ഈ ഒരു ദൃശ്യം കാണുന്നത്. വലുതായിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു, ഭയങ്കര റഷായിരുന്നു. ഞാൻ എത്തിയപ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരുന്നു. എനിക്കതുകൊണ്ട് മുകളിലൊന്നും കയറാനുള്ള സ്പേസ് ഇല്ലായിരുന്നു. ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസും ജുവലറിയൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിലൊക്കെ ഇന്ന് ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ മണ്ടയിലൊന്നും കയറാൻ പറ്റിയില്ല, സ്പേസ് ഇല്ല, അതാണ് സംഭവം. അത് കാരണം ആ ഒരു പോലീസിൻ്റെ ബാക്കിൽ തന്നെയായിരുന്നു എൻ്റെ നിൽപ്പ്. ആ ബാരിഗേഡ് വെച്ചതിൻ്റെ പിറകെ ആയിരുന്നു. സോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടെന്ന് നോക്കൂ. നമ്മുടെ കേരള പോലീസിൻ്റെ പ്രകടനമാണ് ഇപ്പോൾ കണ്ടത്. ബോത്ത് ജെൻസും ലേഡീസും 2 പേരും 2 പോലീസേഴ്സും ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത ഘോഷയാത്രയുടെ കാര്യങ്ങളാണ് വരുന്നതൊക്കെ. ഓരോന്നും നമുക്ക് നല്ല രീതിയിൽ കണ്ട് ആസ്വദിക്കാമായിരുന്നു. തിരക്ക് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. കുറച്ച് ഉന്തും തള്ളും, പിന്നെ വീഡിയോ ഒക്കെ നേരെ എടുക്കാൻ പറ്റിയിരുന്നില്ല. എനിക്ക് പറ്റുന്ന മാതിരി ഞാൻ എടുത്തിട്ടുണ്ട്. സോ എല്ലാവരും ഒന്ന് കണ്ട് ആസ്വദിക്കണേ. ഈ വർഷവും വിപുലമായിട്ടുള്ള ചടങ്ങുകളോടുകൂടിയാണ് ഇന്നലെ രാവിലെ പത്മനാഭപുരം കൊട്ടാരത്തിൽ ദേവസ്വം ബോർഡ് മന്ത്രിയും പുരാവസ്തു വകുപ്പ് മന്ത്രിയും ജനപ്രതിനിധികളും ചേർന്ന് ഉപ്പുമാളികയിൽ നിന്ന് ഉടവാൾ കൈമാറ്റം നടത്തി വെള്ളിക്കുതിര മുന്നിലായും തിരുവനന്തപുരത്തെത്തിക്കേണ്ട സരസ്വതി ദേവിയുടെ പ്രതിമ വഹിച്ചുകൊണ്ടുള്ള യാത്രയും സമാരംഭിച്ചു. വലിയ ചടങ്ങായിരുന്നു പത്മനാഭപുരം കൊട്ടാരത്തിൽ. ഇന്നലെ കുഴിത്തുറയിൽ ഒത്തുചേർന്നതിന് ശേഷം ഇന്ന് രാവിലെ കേരളത്തിന്റെ അതിർത്തി സ്ഥലമായ കളിക്കാവളയിൽ ഏതാനും നിമിഷങ്ങൾക്കകം അവർ എത്തിച്ചേരുകയാണ്. ഇവിടെ ഘട്ടം കൈമാറ്റം നടത്തി കേരളത്തിലേക്ക് ഇത് ഏറ്റുവാങ്ങുകയാണ്. ഈ വിപുലമായിട്ടുള്ള ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവിധ നന്മയും നേരുന്നു. ഇവിടെ ഭദ്രദീപം കൊടുത്ത ബഹുമാനായിട്ടുള്ള നാഗാലാൻഡ് ഗവർണർ എത്തിച്ചേർന്നിട്ടുണ്ട്. നല്ല സമയം ഉണ്ടാവും ഇതിലൂടെ എത്തിച്ചുകൊണ്ട്
സൈഡിലേക്ക്